ഓം ശാന്തി 30-12-2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ശുഭകാര്യം ചെയ്യുന്നതിൽ വൈകിക്കരുത്. തന്റെ സഹോദരീ സഹോദരങ്ങളെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണം. ഊതി ഊതി തനിക്ക് സമാനമാക്കി മാറ്റണം. ചോദ്യം: ഏത് കാര്യത്തിൽ അനർത്ഥം സംഭവിച്ചതിനാലാണ് ഭാരതം കക്കയ്ക്ക് സമാനമായി മാറിയത്? ഉത്തരം: ഏറ്റവും വലിയ അനർത്ഥം പറ്റിയതിതാണ്. ഗീതയുടെ ഭഗവാനെ മറന്ന് ഗീതാജ്ഞാനത്തിലൂടെ ജന്മമെടുക്കുന്ന കുട്ടിയെ ഗീതയുടെ ഭഗവാനാണെന്ന് പറഞ്ഞു. ഈ ഒരു അനർത്ഥത്താൽ എല്ലാവരും അച്ഛനിൽ നിന്ന് മുഖം തിരിച്ചു. ഭാരതം കക്കയ്ക്ക് സമാനമായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അച്ഛന്റെ സന്മുഖത്തിരുന്ന് സത്യമായ ഗീത കേൾക്കുകയാണ്. ഈ ഗീതാജ്ഞാനത്തിലൂടെ തന്നെയാണ് ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നത്. നിങ്ങൾ ശ്രീകൃഷ്ണന് സമാനരായി തീരുന്നത്. ഗീതം: ആരാണ് ഈ കളികളെല്ലാം രചിച്ചത്? ഓം ശാന്തി. ബ്രാഹ്മണകുല ഭൂഷണരായ കുട്ടികൾ മനസ്സിലാക്കുന്നു, നമുക്ക് സ്വർഗത്തിൽ അപാരമായ സുഖമുണ്ടായിരുന്നു. നമ്മൾ വളരെ സന്തുഷ്ടരായിരുന്നു. നമ്മൾ ജീവാത്മാക്കൾ സ്വർഗത്തിൽ വളരെ ആനന്ദത്തിലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? വിവിധ രൂപത്തിൽ മായ വന്ന് പിടികൂടി. വികാരങ്ങളുള്ള കാരണത്താൽ തന്നെയാണ് ഇതിനെ നരകം എന്ന് പറയുന്നത്. മുഴുവൻ ലോകവും നരകമാണ്. വേട്ടാളന്റെ ഉദാഹരണം പറയുന്നു. ഇപ്പോൾ വേട്ടാളന്റെയും ബ്രാഹ്മണിയുടെയും ജോലി ഒന്ന് തന്നെയാണ്. വേട്ടാളന്റെ ഉദാഹരണം നിങ്ങളെ പറ്റിയുള്ളതാണ്. വേട്ടാളൻ കീടത്തെ കൊണ്ടുവന്ന് ഒരു കൂടുണ്ടാക്കി കീടത്തെ അതിൽ സൂക്ഷിക്കുന്നു. ഇത് നരകമാണ്. എല്ലാവരും കീടങ്ങളാണ്. പക്ഷെ എല്ലാ കീടങ്ങളും ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരല്ല. ഏത് ധർമ്മത്തിലുള്ളവരായാലും ശരി, അവർ നരകവാസി കീടങ്ങളാണ്. ബ്രഹ്മവംശി ബ്രാഹ്മണികൾ ഇരുന്ന് ഭൂം ഭൂം ചെയ്യുന്നുണ്ട്. ഇതിലാരാണ് ദേവീ ദേവതാ ധർമ്മത്തിലെ കീടങ്ങൾ എന്ന് എങ്ങനെ അറിയും? ആരാണോ ദേവതാ ധർമ്മത്തിലുള്ളത് അവർക്കേ നിലനിൽക്കാൻ കഴിയൂ. ആരാണോ ധർമ്മത്തിലില്ലാത്തത് അവർ നിൽക്കില്ല. എല്ലാവരും നരകവാസി കീടങ്ങൾ തന്നെയാണ്. സന്യാസിമാരും പറയുന്നത് ഇത് തന്നെയാണ്. ഈ നരകത്തിലെ സുഖം കാകവിഷ്ട സമാനമാണ്. സ്വർഗത്തിൽ അളവില്ലാത്ത സുഖം ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. ഇവിടെ 5% സുഖവും ബാക്കി 95% ദുഃഖവുമാണ്. അതിനാൽ ഇതിനെ സ്വർഗമെന്ന് പറയാൻ സാധിക്കില്ല. സ്വർഗത്തിൽ ദുഃഖമെന്ന വാക്ക് പോലും ഉണ്ടാകില്ല. ഇവിടെ അനേകം ശാസ്ത്രങ്ങളും അനേക ധർമ്മങ്ങളും അനേക മതങ്ങളും ഉണ്ട്. സ്വർഗത്തിൽ ഒരേ ഒരു അദ്വൈത മതമാണുള്ളത്. ഒരേ ഒരു ധർമ്മമാണുള്ളത്. നിങ്ങളാണ് ബ്രാഹ്മണികൾ. നിങ്ങൾ ഭൂം ഭൂം ചെയ്യുന്നു. പിന്നീട് ആരാണോ ഈ ധർമ്മത്തിലുള്ളവർ അവർ നിലനിൽക്കുന്നു. അനേക പ്രകാരത്തിലുള്ളവരുണ്ട്. ചിലർ പ്രകൃതിയെ ആരാധിക്കുന്നു. ചിലർ സയൻസിനെ അംഗീകരിക്കുന്നു. ചിലർ പറയുന്നു ഈ സൃഷ്ടി കാൽപ്പനികം മാത്രമാണ്. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഇവിടെയാണ് നടക്കുക. സത്യയുഗത്തിൽ ഉണ്ടാകില്ല. ഇത് പരിധിയില്ലാത്ത അച്ഛൻ പ്രജാപിത ബ്രഹ്മമുഖ കമലത്തിലൂടെ തന്റെ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കി തരികയാണ്. അതായത്, നിങ്ങൾ എന്റെ അടുത്തായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്റെ അടുത്തേക്ക് വരണം. ഇവിടെ ശാസ്ത്രങ്ങളുടെ കാര്യമേ ഉദിക്കുന്നില്ല. ക്രിസ്തുവും ബുദ്ധനും വരുന്നുണ്ട്. അവരും വന്ന് കേൾപ്പിച്ചിരുന്നു. ആ സമയത്ത് ശാസ്ത്രത്തിന്റെ കാര്യം ഉയർന്നില്ല. എന്താ ക്രിസ്തു ബൈബിൾ വായിച്ചിരുന്നോ? ബൈബിൾ എന്ന ഗ്രന്ഥമേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയൊന്ന് നോക്കൂ. മായാ രാവണൻ നിങ്ങളുടെ അവസ്ഥയെ എങ്ങനെയാക്കി മാറ്റി? നിങ്ങൾ ആസുരീയ രാവണ സമ്പ്രദായത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രാവണനെ കത്തിക്കുന്നുമുണ്ട്,
എന്നാൽ കത്തുന്നില്ല. രാവണനെ കത്തിക്കുന്നത് എപ്പോൾ അവസാനിക്കും? ഇത് മനുഷ്യർക്ക് അറിയില്ല. നിങ്ങൾ ഈശ്വരീയ ദൈവിക സമ്പ്രദായത്തിലാണ്. നിങ്ങൾ എന്റെ കുട്ടികളാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കാൻ. അനേക ധർമ്മങ്ങളുണ്ട്. അതിൽ നിന്ന് വേർപെടുത്തുന്നതിന് എത്ര സമയമെടുക്കുന്നു? ഗീതയും എവിടെ നിന്നാണ് വന്നത്? ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ അടയാളങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം എവിടെ നിന്നാണ് വന്നത്? വേദശാസ്ത്രങ്ങൾ പിന്നീട് ഋഷി മുനിമാർ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. അതാണ് ഇതുവരെ കേട്ടുവന്നത്. വേദം ആരാണ് പാടിയത്? വേദങ്ങളുടെ അച്ഛൻ ആരാണ്? ബാബ പറയുന്നു, ഗീതയുടെ ഭഗവാൻ ഞാനാണ്. ഗീതാ മാതാവിനെ രചിച്ചത് ശിവബാബയാണ്. പിന്നീട് അതിൽ നിന്നും കൃഷ്ണന്റെ ജന്മമുണ്ടായി. അവരുടെ കൂടെ രാധയും എല്ലാവരും വരുന്നു. ആദ്യം ബ്രാഹ്മണർ തന്നെ ആയിരിക്കും. നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്, ഇത് നമ്മുടെ അതിസ്നേഹിയായ അച്ഛനാണ്. ഈ അച്ഛനോടാണ് എല്ലാവരും പറയുന്നത്, അല്ലയോ ഈശ്വരീയ പിതാവേ, ദയ കാണിക്കൂ എന്ന്. ഭക്തർ വിളിക്കുന്നു, ഭഗവാനെ, എങ്ങനെയാണ് ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുക? അഥവാ ഭഗവാൻ സർവവ്യാപിയാണെങ്കിൽ പിന്നെ വിളിക്കേണ്ട ആവശ്യമേ ഇല്ല. മുഖ്യമായത് ഗീതയുടെ കാര്യമാണ്. എത്ര യജ്ഞങ്ങൾ രചിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള നോട്ടീസുകൾ അച്ചടിക്കൂ. ഇപ്പോൾ എത്ര വലിയ അനർത്ഥമായിരിക്കുകയാണ്. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഗീത എഴുതിക്കൊണ്ടിരിക്കുന്നു. ഗീത ആരാണ് രചിച്ചത്? ആരാണ് പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞത്? ആരാണുണ്ടാക്കിയത്? ഒന്നും അറിയില്ല. കൃഷ്ണന്റെയും യഥാർത്ഥ പരിചയമില്ല. കേവലം പറയുന്നു, എവിടെ നോക്കിയാലും സർവവ്യാപിയായ കൃഷ്ണൻ തന്നെ കൃഷ്ണൻ. രാധയുടെ ഭക്തർ രാധയെക്കുറിച്ച് പറയും, എല്ലായിടത്തും സർവവ്യാപിയായ രാധ തന്നെ രാധ. ഒരു നിരാകാരനായ പരമാത്മാവിനെ പറയുകയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ. എല്ലാവരെയും എന്തിനാണ് സർവവ്യാപി ആക്കിയത്? ഗണേശനെ കുറിച്ചും പറയും സർവവ്യാപി ആണെന്ന്. മധുര നഗരത്തിൽ എല്ലാവരും പറയും ശ്രീകൃഷ്ണൻ സർവവ്യാപിയാണ്. ചിലർ പറയും രാധ സർവവ്യാപി ആണെന്ന്. എത്രത്തോളം ബോധമില്ലാത്തവരായിരിക്കുന്നു. ഒരാളുടെ അഭിപ്രായം അടുത്ത ആളുമായി യോജിക്കില്ല. ഒരു വീട്ടിൽ തന്നെ അച്ഛന്റെ ഗുരു ഒരാളായിരിക്കും, മകന്റെ ഗുരു മറ്റൊരാളായിരിക്കും. വാസ്തവത്തിൽ വാനപ്രസ്ഥ അവസ്ഥയിലാണ് ഗുരുവിന്റെ അടുത്തേക്ക് പോവുക. അച്ഛൻ പറയുന്നു, ഞാനും വന്നിരിക്കുകയാണ് ഇവരുടെ വാനപ്രസ്ഥ അവസ്ഥയിൽ. ലോകത്തിൽ ആളുകൾക്ക് എത്ര വലിയ ഗുരുവുണ്ടോ അത്രയും ലഹരിയും ഉണ്ടായിരിക്കും. ആദിദേവന് മഹാവീരൻ എന്നും പേര് നൽകിയിട്ടുണ്ട്. ഹനുമാനെയും മഹാവീരൻ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ശക്തികളാണ് മഹാവീരന്മാർ. ദിൽവാഡ ക്ഷേത്രത്തിൽ ശക്തികൾ സിംഹപ്പുറത്തും പാണ്ഡവർ ആനപ്പുറത്തും സവാരി ചെയ്യുന്നതായി കാണിക്കുന്നു. ക്ഷേത്രം വളരെ യുക്തിപൂർവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അതേപടി ഓർമ്മ ചിഹ്നമാണ്. നിങ്ങളുടെ ചിത്രം നൽകാൻ നിങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയേയില്ല. ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചത് ദ്വാപരയുഗത്തിലാണെങ്കിൽ അതിൽ നിങ്ങളുടെ ചിത്രം എവിടെ നിന്ന് വരും? സേവനം ചെയ്യുന്നതിപ്പോൾ നിങ്ങളാണ്. അവർ അതിനുശേഷമാണ് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. അഥവാ നമ്മളിപ്പോൾ ഗീതയുടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ അവർ ചിന്തിക്കും, അറിയുന്നില്ലല്ലോ ഇതേത് പുതിയ ധർമ്മമാണ് എന്ന്. എത്ര പരിശ്രമമാണ്. അവർ ഈ ലോകത്തിൽ കേവലം ധർമ്മം സ്ഥാപിക്കുന്നു. നിങ്ങളെയാണെങ്കിൽ അച്ഛൻ പുതിയ ലോകത്തിനു വേണ്ടി തയ്യാറാക്കുകയാണ്. അച്ഛൻ പറയുന്നു, ഞാൻ ചെയ്യുന്നതുപോലുള്ള കർത്തവ്യം മറ്റാരും ചെയ്യുന്നില്ല. സർവപതീതരെയും പാവനമാക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് താക്കീത് നൽകേണ്ടി വരുന്നു.
ഭാരതത്തിൽ എത്ര വലിയ അനർത്ഥമാണ് ഉണ്ടായത്. അതിന്റെ കാരണത്താൽ ഭാരതം കക്കയ്ക്ക് തുല്യമായി മാറി. അച്ഛൻ ഗീതാ മാതാവിലൂടെ കൃഷ്ണന് ജന്മം നൽകി. എന്നാൽ അവർ പിന്നീട് കൃഷ്ണനെ ഗീതയുടെ ഭഗവാനാക്കി മാറ്റി. ഗീതയുടെ ഭഗവാൻ ശിവനാണ്. ശിവനാണ് ഗീതയിലൂടെ കൃഷ്ണന് ജന്മം നൽകിയത്. നിങ്ങളെല്ലാവരും സഞ്ജയന്മാരാണ്. കേൾപ്പിക്കുന്നത് ഒരേ ഒരു ശിവബാബയാണ്. പ്രാചീന ദേവീദേവതാ ധർമ്മത്തെ രചിച്ചത് ആരാണ്? ഇതെല്ലാം എഴുതാൻ ബുദ്ധി വേണം. ഗീതയിലൂടെയാണ് നമ്മൾ ജന്മമെടുക്കുന്നത്. മമ്മ രാധയും ബ്രഹ്മബാബ കൃഷ്ണനുമാകും. ഇത് ഗുപ്തമായ കാര്യങ്ങളല്ലേ. ബ്രാഹ്മണരുടെ ജന്മത്തെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. കൃഷ്ണന്റെയും പരമാത്മാവിന്റെയും കാര്യമാണ്. ബ്രഹ്മാവ്, കൃഷ്ണൻ, പിന്നെ ശിവബാബ, ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൂഹ്യമല്ലേ. ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വളരെ വലിയ ബുദ്ധി വേണം. ആരാണോ പൂർണമായി യോഗം വയ്ക്കുന്നത് അവരുടെ ബുദ്ധി പവിഴമാകാൻ തുടങ്ങും. അലഞ്ഞു തിരിയുന്ന ബുദ്ധിയിൽ ഇത് നിൽക്കില്ല. ബാബ നിങ്ങൾ കുട്ടികൾക്ക് എത്ര ശ്രേഷ്ഠമായ ജ്ഞാനമാണ് നൽകുന്നത്. വിദ്യാർത്ഥികൾ അവരുടെ ബുദ്ധിയും ഉപയോഗിക്കുമല്ലോ. അതിനാൽ ഇപ്പോൾ ഇരുന്ന് എഴുതൂ. ശുഭകാര്യങ്ങൾ വൈകിക്കാൻ പാടില്ല. നമ്മൾ സാഗരന്റെ കുട്ടികൾക്ക് തന്റെ സഹോദരീ സഹോദരന്മാരെ രക്ഷിക്കണം. പാവങ്ങൾ കാലിടറി വീണുകൊണ്ടിരിക്കുന്നു. പറയും, BK ഇത്രയും പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും. ലക്ഷക്കണക്കിന് നോട്ടീസുകൾ അടിച്ച് ഗീതാ പാഠശാല മുതലായവയിൽ വിതരണം ചെയ്യൂ. ഭാരതം അവിനാശി ഖണ്ഡമാണ്, പിന്നെ സർവോത്തമ തീർത്ഥമാണ്. എല്ലാവർക്കും സദ്ഗതി നൽകുന്ന അച്ഛന്റെ തീർത്ഥസ്ഥാനങ്ങളെ മുക്കിക്കളഞ്ഞു. അതിനാൽ വീണ്ടും അച്ഛന്റെ പേര് പുറത്തു കൊണ്ടുവരണം. പുഷ്പം അർപ്പിക്കാൻ യോഗ്യനായി ഒരു ശിവബാബ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. ഗീതാ പാഠശാലകൾ അനേകമുണ്ട്. നിങ്ങൾ വേഷം മാറി അവിടേക്ക് പോകൂ. ഇവർ BK ആയിരിക്കും എന്ന് പിന്നീട് മനസ്സിലാക്കട്ടെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറ്റാർക്കും ചോദിക്കാൻ സാധിക്കില്ല. ശരി, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശിവബാബ ബ്രഹ്മ ശരീരത്തിലിരുന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ആ അച്ഛൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതുവരെ ബ്രാഹ്മണനാകുന്നില്ലയോ അതുവരെ ദേവതയാകാൻ സാധിക്കില്ല. ബ്രാഹ്മണകുലം ദേവതകളെക്കാൾ ഉയർന്നതാണ്. സർവരുടെയും ആത്മാവ് പാവനമാവുകയാണ്. നിങ്ങൾ പിന്നീട് പുതിയ ലോകത്തിൽ പുനർജന്മമെടുക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. രാത്രി ക്ലാസ് 12/1/1969. നിങ്ങൾ കുട്ടികൾ ഒരേ ഒരു അച്ഛന്റെ ഓർമ്മയിൽ ഇരിക്കുകയാണ്. ഒരാളുടെ മാത്രം ഓർമ്മയിൽ ഇരിക്കുന്നതാണ് അവ്യഭിചാരി ഓർമ്മ. അഥവാ ഇവിടെ ഇരുന്നിട്ടും രണ്ടാമത് ആരുടെയെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ അതിനെ വ്യഭിചാരി ഓർമ്മ എന്ന് പറയും. കഴിക്കുന്നതും കുടിക്കുന്നതും ഇരിക്കുന്നതും ഒരു വീട്ടിൽ, എന്നിട്ട് ഓർമ്മിക്കുന്നത് മറ്റൊരാളെ, എങ്കിലിത് ചതിയാണ്. ഭക്തിമാർഗത്തിലും ശിവബാബയെ മാത്രം പൂജിച്ചപ്പോൾ അത് അവ്യഭിചാരി ഭക്തിയായിരുന്നു. പിന്നീട് മറ്റുള്ളവരെയും ഓർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അത് വ്യഭിചാരി ഭക്തിയായി തീർന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. ഒരച്ഛൻ എത്ര അത്ഭുതമാണ് കാണിക്കുന്നത്. നമ്മളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതിനാൽ ആ ഒരാളെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. എന്റേത് ഒരാൾ മാത്രം. പക്ഷെ കുട്ടികൾ പറയുന്നു ശിവബാബയുടെ ഓർമ്മ മറന്നു പോകുന്നു.
ആഹാ, ഭക്തിമാർഗത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരാളുടെ ഭക്തിയെ ചെയ്യൂ. ആ ഒരാൾ തന്നെയാണ് പതിതപാവനൻ. ബാക്കി ആരെയും പതിതപാവനൻ എന്ന് പറയില്ല. ഒരാളെ മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത്. അവർ തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്. ഇപ്പോൾ ഭക്തിയുടെ കാര്യമില്ല. കുട്ടികൾക്ക് ജ്ഞാനമുണ്ട്. ജ്ഞാനസാഗരനെ ഓർമ്മിക്കണം. ഭക്തിമാർഗത്തിൽ പറയുന്നു, അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് ഒരാളെ മാത്രമേ ഓർമ്മിക്കൂ. അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കണം. എല്ലാവരും സ്വയത്തോട് ചോദിക്കണം, ഞാൻ ഒരു ബാബയെ മാത്രമാണോ ഓർമ്മിക്കുന്നത്, അതോ അനേകം മിത്രസംബന്ധികളെയും ഓർമ്മിക്കുന്നുണ്ടോ? ഒരു ബാബയിൽ മാത്രം മനസ്സ് വെക്കണം. അഥവാ മനസ്സ് മറ്റെവിടെയെങ്കിലും പോയാൽ ഓർമ്മ വ്യഭിചാരിയായി മാറും. അച്ഛൻ പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. പിന്നീട് അവിടെ നിങ്ങൾക്ക് ദൈവിക സംബന്ധികളെ ലഭിക്കും. പുതിയ ലോകത്തിൽ എല്ലാം പുതിയതായി ലഭിക്കും. അതിനാൽ സ്വയം പരിശോധിക്കണം, ഞാൻ ആരെയാണ് ഓർമ്മിക്കുന്നത്. അച്ഛൻ പറയുന്നു, നിങ്ങൾ പാരലൗകിക പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഞാൻ തന്നെയാണ് പതിതപാവനൻ. പരിശ്രമിച്ച് ബുദ്ധിയോഗം മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർപെടുത്തി അച്ഛനെ ഓർമ്മിക്കണം. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും പാപം ഇല്ലാതാകും. എത്രത്തോളം ഞങ്ങൾ ഓർമ്മിക്കുമോ അത്രയും ബാബയും ഓർമ്മിക്കും എന്നല്ല. ബാബയ്ക്ക് എന്തെങ്കിലും പാപം ഇല്ലാതാക്കാനുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പാവനമായി മാറുന്നതിന് വേണ്ടിയാണ്. ശിവബാബയും ഇവിടെയുണ്ട്. ബാബയ്ക്ക് സ്വന്തമായി ശരീരവുമില്ല. അതിനാൽ ലോൺ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ അച്ഛനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ബാബ അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങയുടേതായി മാറി പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറും. സ്വയം തന്റെ ഹൃദയത്തോട് ചോദിച്ചുകൊണ്ടിരിക്കൂ, ബുദ്ധിയോഗത്തിന്റെ ബന്ധം ഇടയ്ക്കിടയ്ക്ക് ബാബയിൽ നിന്ന് മുറിയുന്നുണ്ട് എന്നറിയാമല്ലോ. അച്ഛനറിയാം, ബന്ധം മുറിയും, പിന്നീട് വീണ്ടും ഓർമ്മിക്കും, വീണ്ടും മുറിയും. കുട്ടികൾ നമ്പർ വൈസ് പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ഓർമ്മിക്കുകയാണെങ്കിൽ ഈ പരമ്പരയിൽ വരും. തന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. ഡയറി എഴുതൂ. മുഴുവൻ ദിവസത്തിലും എന്റെ ബുദ്ധിയോഗം എവിടെയെല്ലാം പോയി എങ്കിൽ ബാബ മനസ്സിലാക്കി തരും. ആത്മാവിലുള്ള മനസ്സും ബുദ്ധിയും അലഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ പറയുന്നു, അലയുന്നതിലൂടെ നഷ്ടമുണ്ടാകും. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ ലാഭമുണ്ടാകുന്നു. ബാക്കി എല്ലാത്തിൽ നിന്നും നഷ്ടം തന്നെ നഷ്ടമാണ്. ഓർമ്മിക്കേണ്ടത് മുഖ്യമായി ഒരാളെയാണ്. തന്റെ മേൽ അതീവ ശ്രദ്ധ വയ്ക്കണം. ഓരോ ചുവടിലും ലാഭമോ നഷ്ടമോ. 84 ജന്മങ്ങൾ ദേഹധാരികളെ ഓർമ്മിച്ച് നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഓരോ ദിവസങ്ങളായി 5000 വർഷങ്ങൾ കഴിഞ്ഞുപോയി. നഷ്ടം മാത്രമാണുണ്ടായത്. ഇപ്പോൾ അച്ഛന്റെ ഓർമ്മയിലിരുന്ന് ലാഭമുണ്ടാക്കണം. ഇങ്ങനെ വിചാരസാഗര മന്ഥനം ചെയ്ത് ജ്ഞാനരത്നങ്ങൾ എടുക്കണം. അച്ഛന്റെ ഓർമ്മയിൽ ഏകാഗ്രചിത്തരായിരിക്കണം. ചില കുട്ടികൾക്ക് കക്കകൾ സമ്പാദിക്കുന്നതിന്റെ ചിന്തയുണ്ട്. മായ ജോലിയുടെയും മറ്റും ചിന്തകൾ കൊണ്ടുവരുന്നു. ധനവാന്മാർക്ക് ചിന്ത വളരെ കൂടുതലാണ്. ബാബ എന്താണ് ചെയ്യുക? ബ്രഹ്മബാബയുടേത് എത്ര നല്ല ജോലിയായിരുന്നു. ബുദ്ധിമുട്ടേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും വ്യാപാരി വരികയാണെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു, താങ്കൾ വ്യാപാരിയാണോ അതോ ഏജന്റ് ആണോ? ബ്രാക്കറ്റിൽ ഇത് ബ്രഹ്മബാബയുടെ ഹിസ്റ്ററിയിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ജോലി മുതലായവ ചെയ്തും ബുദ്ധിയോഗം ബാബയിൽ വെക്കണം. ഇപ്പോൾ കലിയുഗം പൂർത്തിയായി സത്യയുഗം വരികയാണ്. പതിതർ സത്യയുഗത്തിലേക്ക് പോവുകയില്ല. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രയും പവിത്രമായി മാറും.
പവിത്രതയിലൂടെ വളരെ നല്ല ധാരണ ഉണ്ടാകും. പതിതർക്ക് ഓർമ്മിക്കാനും സാധിക്കില്ല, ധാരണ ചെയ്യാനും സാധിക്കില്ല. ചിലർക്ക് ഭാഗ്യത്തിന്റെ ആധാരത്തിൽ സമയം ലഭിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. ചിലർക്കാണെങ്കിൽ സമയമേ ലഭിക്കുന്നില്ല, ഓർമ്മിക്കുന്നേയില്ല. ആര് എത്രത്തോളം പ്രയത്നം കഴിഞ്ഞ കൽപ്പത്തിൽ ചെയ്തുവോ അത്രയും പ്രയത്നം ഇപ്പോഴും ചെയ്യും. എല്ലാവരും അവനവന് വേണ്ടി പരിശ്രമിക്കണം. സമ്പാദ്യത്തിൽ നഷ്ടമുണ്ടായാൽ മുമ്പ് പറയുമായിരുന്നു ഇത് ഈശ്വരന്റെ ഇച്ഛയാണ് എന്ന്. ഇപ്പോൾ പറയുന്നു ഡ്രാമ. എന്താണോ കൽപ്പം മുമ്പ് സംഭവിച്ചത് അത് സംഭവിക്കും. ഇപ്പോൾ 4 മണിക്കൂർ ഓർമ്മിക്കുകയാണെങ്കിൽ അടുത്ത കൽപ്പത്തിൽ കൂടുതൽ ചെയ്യും എന്നല്ല, പഠിപ്പിച്ചു തരികയാണ്. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ കൽപ്പകൽപ്പം നന്നായി പുരുഷാർത്ഥം ചെയ്യും. അതിനാൽ ബുദ്ധി എവിടെയെല്ലാം പോകുന്നുണ്ട് എന്ന് അന്വേഷിക്കൂ. മല്ലയുദ്ധത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ശരി, ആത്മീയ കുട്ടികൾക്ക് ആത്മീയ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും ശുഭരാത്രിയും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബുദ്ധിവാനായി മാറുന്നതിനു വേണ്ടി ഓർമ്മയിലൂടെ തന്റെ ബുദ്ധിയെ പവിഴമാക്കി മാറ്റണം. ബുദ്ധി അവിടെയും ഇവിടെയും അലയിക്കരുത്. അച്ഛൻ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെ പ്രതി വിചാരസാഗര മന്ഥനം ചെയ്യണം. 2. വേട്ടാളന് സമാനം ഭൂം ഭൂം ചെയ്ത് നരകവാസികളായി തീർന്ന കീടങ്ങളെ ദേവീ ദേവതമാരാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. ശുഭകാര്യം ചെയ്യുന്നതിൽ വൈകിക്കരുത്. തന്റെ സഹോദരീ സഹോദരന്മാരെ രക്ഷിക്കണം. വരദാനം: സമാനതയുടെ ഭാവനയിലൂടെ ഓരോ ചുവടിലും വിശേഷതയുടെ അനുഭവം ചെയ്യിക്കുന്ന വിശേഷാത്മാവായി ഭവിക്കട്ടെ. ഓരോ കുട്ടിയിലും തന്റേതായ വിശേഷതയുണ്ട്. വിശേഷാത്മാക്കളുടെ കർമ്മം സാധാരണ ആത്മാക്കളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓരോരുത്തരിലും സമാനതയുടെ ഭാവന വയ്ക്കണം. എന്നാൽ അവരെ വിശേഷാത്മാക്കളായി കാണണം. വിശേഷാത്മാക്കളർത്ഥം വിശേഷ കാര്യം ചെയ്യുന്നവർ. കേവലം പറയുന്നവർ മാത്രമല്ല. ഇവർ സ്നേഹത്തിന്റെ ഭണ്ഡാരമാണെന്ന് എല്ലാവർക്കും അനുഭവപ്പെടണം. ഓരോ ചുവടിലും ഓരോ ദൃഷ്ടിയിലും സ്നേഹം അനുഭവപ്പെടണം. ഇതാണ് വിശേഷത. സ്ലോഗൻ: സൃഷ്ടിയുടെ കണക്കെടുപ്പിന് മുമ്പ് തന്റെ കുറവിന്റെയും ദുർബലതയുടെയും കണക്കെടുപ്പ് നടത്തൂ. ഓം ശാന്തി.